മനുഷ്യർക്ക് മാത്രമല്ല വണ്ടിക്കും ആവി പിടിക്കാം. വണ്ടിക്ക് ആവി പിടിച്ചാൽ വണ്ടിയുടെ ജലദോഷം, കഫക്കെട്ട് എന്നീ കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഈ പറയുന്നത് ഇൻറ്റീരിയർ സ്റ്റീമിങ്ങിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു കസ്റ്റമറുടെ വെഹിക്കിളിൽ ഇൻറ്റീരിയർ ഫുൾ സ്റ്റീമിംഗ് ആണ്. ക്രെറ്റ വെഹിക്കിളിൽ നമ്മൾ ചെയ്തൊരു സർവീസാണിത്. കസ്റ്റമർക്ക് നമ്മളൊരു ഡീപ്പ് ക്ലീനിങ് സജസ്റ്റ് ചെയ്തപ്പോൾ അതിൽ സ്റ്റീമിങ് ചെയ്യാമെന്നായിരുന്നു നമ്മൾ പറഞ്ഞത്. സ്റ്റീം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്ന്, നമുക്ക് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് കിട്ടും. നമ്മളൊരു നോർമൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ ഒരു വാഷ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. സ്റ്റീമിലൂടെ നമുക്ക് എല്ലാ നോക്ക് ആൻഡ് കോർണറിലും നമുക്ക് എത്തി ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റും. സെക്കൻഡാണ് ഡിസിൻഫെക്ഷൻ. വണ്ടിയുടെ അകത്തൊരു പ്രോപ്പറായിട്ടൊരു ഡിസിൻഫെക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ സ്റ്റീമിങ്ങിൽ നമ്മൾ AC സ്റ്റീമിങ്ങും കൂടെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് AC അകത്തുള്ള അഴുക്കുകൾ, പൊടി, അല്ലെങ്കിൽ കുറേ കാലമായിട്ട് AC റൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അണുക്കളും കാര്യങ്ങളൊക്കെ ഈ സ്റ്റീമിങ്ങിലൂടെ പോകും. അതിപ്പോൾ വെഹിക്കിളിൻ്റെ അകത്തുള്ള എല്ലാ പോർഷൻസിലും നമുക്ക് സ്റ്റീം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇൻറ്റീരിയർ ഡീപ്പ് ക്ലീനിങ്ങിന് സ്റ്റീമിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. സ്റ്റീം ചെയ്യുമ്പോഴാണ് നമ്മുടെ വെഹിക്കിളിൽ ഒരു ഇൻറ്റീരിയറിൽ ഡീപ്പ് ക്ലീനിങ് പ്ലസ് ഡിസിൻഫെക്ഷൻ കിട്ടുന്നത്. മൂന്നാമത്തെ ഒരു കേസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 3 to 6 months അകത്ത് ഈ സ്റ്റീമിങ് ചെയ്യുമ്പോൾ വെഹിക്കിളിൻ്റെ അകത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള ചെറിയ അണുക്കൾ, കാര്യങ്ങൾ, കറകൾ, അഴുക്കുകളെല്ലാം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് വെഹിക്കിളിനെ ഒരു നല്ലൊരു കണ്ടീഷൻ, ഇൻറ്റീരിയർ നല്ലൊരു പ്രോപ്പർ കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ഇതുപോലെ സ്റ്റീമിങ് നിങ്ങളുടെ വെഹിക്കിളിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വെഹിക്കിൾ ഒരു ഡിസിൻഫെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാഡർ സിനിമാസിൽ നമ്മൾ ഓപ്പൺ ആണ്. നമ്മളെ വിളിച്ച് നമ്മളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നിങ്ങൾക്ക് നേരിട്ട് വരാം. സോ ഇതുപോലത്തെ ഡീറ്റെയിൽ വാഷും ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തോളൂ.